നിങ്ങളോട് രണ്ടുപേരോട് സംസാരിക്കുമ്പോഴേ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. കാരണം ഭയങ്കര രസമുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. പരസ്പരം നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ഇതാണ് ഇനിയിപ്പോൾ എല്ലാം പൊട്ടിപ്പോകും. അതാണ് കുറച്ച് മുമ്പ് പറയായിരുന്നില്ലേ എന്തെങ്കിലും ആലോചിച്ചിട്ട് വെച്ചിട്ടുണ്ടോ? എനിക്ക് 100% ശരിയാക്കുമെന്ന് അറിയാം. അതൊക്കെ വെറുതെ നിങ്ങൾ പറയുന്നത് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ അമ്മയോടാണ്. ഓക്കെ, രാജേട്ടനെ കുറിച്ചിട്ടാണ് ചോദിക്കണേ. എന്തൊക്കെ അറിയാൻ നോക്കാം നമുക്ക്. ഈസിയാണ്. രാജേട്ടന്റെ ആദ്യത്തെ സിനിമ, ഫസ്റ്റ് മൂവി? ചിത്രകൂടം. അടിപൊളി അടിപൊളി. ഓക്കെ, അതിന്റെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? ചിത്രകൂടം ഡെഫിനറ്റ്ലി ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത് എന്തായാലും ഒന്നാമത് ഈ ആദ്യത്തെ വർക്ക് എങ്ങനെ വരും എന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ. ഏത് വർക്ക് ഏത് ഇതിലാണ് എൻട്രി ആണല്ലോ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ കോയമ്പത്തൂരിലേക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കാറിൽ പോകുമ്പോഴാണ് ആനന്ദ് അപ്പം നമ്പറാണ് വന്നത്. പിന്നീടാണ് ആനന്ദ് പയ്യന്നൂരെന്ന് മനസ്സിലായത് ഒരു നമ്പർ. അപ്പം അന്ന് വരെ എനിക്ക് ഇങ്ങനത്തെ കോളൊന്നും വന്നിട്ടില്ലല്ലോ. ഹലോ രാജേഷ് അല്ലേ? ഞാൻ പറഞ്ഞു അതെ. അത് കൺട്രോളർ ആനന്ദാണ്. ഞാൻ അപ്പം തന്നെ കാറൊക്കെ സൈഡിലേക്ക് ആക്കിയിട്ട് കൈയൊക്കെ പറിക്കാൻ തുടങ്ങി. എന്താണ് ഇന്ന് അങ്ങനത്തെ ഒരു കോൾ എനിക്ക് വന്നിട്ടേ ഇല്ല. കൺട്രോളർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി സിനിമയായിട്ട് എന്തോ ബന്ധമുള്ളതാണ്. ഞങ്ങളൊരു സിനിമ ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഹീറോ ക്യാരക്ടറാണ്, പാട്ടൊക്കെ ഉണ്ട്, താല്പര്യമുണ്ട്. ഞാൻ വിചാരിച്ചു താല്പര്യം ഉണ്ടോന്നോ, ഷാർട്ടാങ്ങ് വീഴ ചാൻസിന് വേണ്ടി തേരാപാര നടക്കുന്ന സമയമാണ്. അപ്പം ഇതൊക്കെ ആയിട്ട് അവിടെ തുടങ്ങി ഷൂട്ട് തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്നു. നടന്നില്ല. അപ്പോൾ വന്നാൽ ലേറ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് സിനിമയിൽ അങ്ങനെ സഹജമാണ്, നീണ്ടു പോകും. അപ്പോൾ ഞാൻ റൂമിലെത്തി അന്ന് ഷൊർണൂർ TBയിൽ ട്രാവലേഴ്സ് ബംഗ്ലോ, അതായത് ഗവൺമെൻറ് ഇതിലാണ് പലരും നമ്മുടെ KBSയിൽ എടുത്ത് ചേച്ചിയൊക്കെ താമസിച്ചിരുന്ന സ്ഥലം. അന്നൊക്കെ അതായിരുന്നു മെയിൻ സ്ഥലം. അപ്പോൾ അവിടെ വലിയൊരു റൂമാണ്, ഭയങ്കര പഴയ കാലത്തെ റൂമാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു വാതിലൊരു നോക്ക് വന്നു, ഒരു ടിഫിൻ ക്യാരിയർ. പിന്നീട് ഞാനത് ആയിരക്കണക്കിന് കണ്ടു. പക്ഷെ അന്ന് ഞാൻ ആദ്യമായിട്ട് സിനിമയുടെ ടിഫിൻ ക്യാരിയർ കാണുന്നു. ഒരു ഇതിലൊക്കെ ഹീറ്ററിൻ്റെ മറ്റേ ഫുഡ് ചൂട് പോവാതിരിക്കാനുള്ള സാധനത്തിലൊക്കെ വെച്ച് മുകളിൽ നോക്കിയപ്പോൾ രാജേഷ് ആർട്ടിസ്റ്റ് എഴുതിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ പാത്രം തുറന്നില്ല. കുറച്ച് നേരം ഞാൻ ഇത് നോക്കി. ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ആർട്ടിസ്റ്റ് ആയില്ലേ, ആക്ടറായി. അതായത് ഞാൻ ഇത്രയും വർഷം സ്വപ്നം കണ്ടൊരു സാധനം സത്യം പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ പോയപ്പോഴും ഡയറക്ടർ ഷേക്കാൻഡ് കൊടുത്തപ്പോഴല്ല, എൻ്റെ ഈ പേര് എഴുതിയിട്ട് ഒരു പ്രൊഡക്ഷൻ പയ്യൻ വന്നിട്ട് ചേട്ടാ ഇന്നത്തെ ഊണ് എന്ന് പറഞ്ഞാൽ രാജേഷ് ആർട്ടിസ്റ്റ്. ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഞാൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഞാനൊരു പ്രൊഫഷണലായി. അതുവരെ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഷോർട്ട് ഫിലിം ഇപ്പോൾ എല്ലാവരും പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ അന്ന് കുത്തിക്കുറിച്ച് ചെയ്യുന്ന ആളല്ലേ. ഇന്ന് ഞാനൊരു പ്രൊഫഷൻ, ഞാൻ തൊഴിലായിട്ട് ചെയ്യുന്നു. അതെനിക്ക് എപ്പോഴും ഞാൻ പലരിടത്തും ഞാൻ പറയും അതൊരു ചെറിയ കാര്യമാണ്. എല്ലാവരും പറയുന്ന ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയപ്പോൾ അതൊക്കെ സംഭവിച്ചു. പക്ഷെ എനിക്ക് ഇതാണ് എന്തോ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ പേര് എഴുതി ആർട്ടിസ്റ്റ് എഴുതി പ്രൊഡക്ഷൻ പയ്യൻ മുഴുവൻ തന്ന് ഈ റൂമിൽ ഇതും വെച്ച് സത്യം പറയണം, ഞാൻ ഭംഗി വാക്കിന് പറഞ്ഞു ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് നേരം. ഈ ആദ്യ സിനിമയിൽ അവസരം കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമില്ലേ? അമ്മക്ക് അതെങ്ങനെയായിരുന്നു? ഡെഫിനറ്റ്ലി ഞങ്ങളത് വെയിറ്റ് ചെയ്ത് അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, ലൈഫിൻ്റെ എയിമാണ്. അപ്പോൾ സംതിങ് ടു മൂവ് ഫോർവേഡ്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ആദ്യ അവാർഡ്, ഫസ്റ്റ് അവാർഡ് ഏതായിരുന്നു? ഫസ്റ്റ് അവാർഡ് വാസ് ഫോർ അമ്മക്കിളിയ. ഏറ്റവും ഇഷ്ടപ്പെട്ട അവാർഡ് ഉള്ളത് പറയണല്ലോ, ഞാൻ വെറുതെ കറക്റ്റ് എന്ന് പറയാൻ പറ്റും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് അവാർഡ് കിട്ടിയത് എൻ്റെ ഈ ഷോർട്ട് ഫിലിം തന്നെയാണ്, തൃശ്ശൂരിൽ. ഓ, ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം ആക്ച്വലി അത് ഭയങ്കര സ്പെഷ്യലാണ്. ആദ്യമായിട്ട് ചെയ്യുന്നു, അതിന് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഓക്കെ, ഒരു പോയിന്റ് പോയിട്ടോ. ഓക്കെ, രാജേട്ടൻ്റെ ഫേവറേറ്റ് ആക്ടർ? അമിതാഭ് ബച്ചൻ. അത് അമ്മയുടെ അല്ല തെറ്റ്, അത് അമ്മയുടെ ഫേവറേറ്റ്. അമ്മ അങ്ങോട്ട് പറഞ്ഞത് അല്ല. ഞാൻ ആക്ടർ ആവാൻ കാരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ഇതിൽ ഒരു കരിയർ എടുത്ത് നോക്കിക്കണ്ട പറയാം, ഞാൻ വില്ലനാവും പറഞ്ഞാൽ വില്ലനാവും, എന്താ പറയുക എന്ത് ചെയ്യും. ഞാൻ കോമഡി പറഞ്ഞാൽ ഇഷ്ടമാണ് എനിക്ക്. ഡാൻസ് അത്യാവശ്യം അമ്മ പറഞ്ഞതെന്ന് അറിയുള്ളൂ എങ്കിൽ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യും. ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്യും. അപ്പം ഞാൻ ചെറുപ്പം മുതലേ കണ്ട് വണ്ടർ അടിച്ചിട്ട് എന്തും ചെയ്യും. അത് ഫുൾ പാഷനോടെ എൻജോയ് ചെയ്ത് കമലഹാസൻ. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി മിസ് ചെയ്യാതെ എല്ലാ സിനിമയും കാണണം പറഞ്ഞിട്ട് സ്കൂള് മുതൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇവിടെ 2 അവാർഡിന് ടൗൺ ഹാളിൽ വന്ന് കമലഹാസൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വണ്ടടിച്ച് കണ്ടിട്ടുണ്ട്. അന്ന് വന്ന് അപൂർവ രാഗങ്ങളുടെ പാട്ട് പാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു പാട്ടും പാടും. സത്യം പറഞ്ഞാൽ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് പാടുമ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കമലഹാസനെ പോലെ പാടും, ഡാൻസ് ചെയ്യുമ്പോൾ ഡാൻസ് കളിക്കും. എന്താ പറയുക, അന്ന് കുട്ടിയാണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അന്നേ തീരുമാനിച്ചു ഞാൻ എന്തും ചെയ്യും.
നോ എന്ന് ഞാൻ പറയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും, എന്നിട്ട് നമുക്ക് നോക്കാം അവിടെ വരുത്തുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നീട് എനിക്ക് ഒരുപാട് ആൾക്കാരെ, അദ്ദേഹം ഇപ്പോഴും ഫേവറേറ്റാണ്, ഫേവറേറ്റാണ്, എൻ്റെ എന്താ പറയുക ഇൻസ്പിറേഷൻ എന്ന് പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ പിന്നീട് ഞാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും മലയാളം സിനിമയിൽ ഏറ്റവും നല്ല ഓർമ്മകൾ ആരോട് അഭിനയിച്ചാണ്. ഞാൻ ലാൽ സാറിൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ജഗതി സാറിൻ്റെ കൂടെയും തിലകൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചാണ് എനിക്ക് പറയുമ്പോൾ പോലും തപ്പം കൂടി. ഞാൻ അന്ന് വരെ ഇൻ്റർവ്യൂവിൽ ഇതായി. ഇപ്പോൾ ആൾക്കാർ പറയും ഇയാൾ വെറുതെ കോൾമേർ കൊണ്ട് കള്ളം പറയണമെന്ന്. സത്യമാണ് ഞാൻ പറയുന്നത്. എന്താ പറഞ്ഞാൽ അവരെന്നോട് കാണിച്ച ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം, അതെനിക്കൊരിത്. ഇതേപോലെ തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ കമലഹാസനെ അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ അതിലും ചെറുപ്പമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പോയി കണ്ടു. കോളേജ് സ്കൂളിൽ പഠിക്കും ഞാൻ അദ്ദേഹം വിക്രമിൻ്റെ സെലിബ്രേഷൻ വരുമ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ഒരു എന്താ പറയുക പെർഫോമറും കൂടിയായിട്ട് ഏഷ്യാനെറ്റ് അവാർഡ്സിന് ഞാനും ഇരുന്ന് കണ്ടു. അപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ വിചാരിച്ചു ലൈഫ് ഈസ് ബീൻ ഗുഡ്. അതായത് അന്ന് ഞാൻ ഐ യൂസ് ടു വാച്ച് ഹിം ഓൺ സ്റ്റേജ് ആൻഡ് സേ ദാറ്റ് ഐ വാണ്ട് ടു ബിക്കം സംതിങ് ലൈക്ക് യു. അദ്ദേഹത്തിൻ്റെ ആളുടെ തുമ്പും കൂടിയല്ല ഞാൻ കമ്പയർ ചെയ്യല്ല, ഇനി അതിന് വേണ്ടി ട്രോൾ ചെയ്ത് കൊല്ലത് പാവമാണ്. അതായത് കമ്പാരിസൺ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഡ്രീം ചെയ്ത ഒരു ഫീൽഡിലേക്ക്, അദ്ദേഹത്തെ കണ്ട് ഡ്രീം ചെയ്തൊരു ഫീൽഡിൽ ഞാൻ ഇന്നൊരു ഫുൾ ടൈം പ്രൊഫഷണലാണ്. ഇന്ന് എൻ്റെ തൊഴിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നെഞ്ചു വിരിച്ച് പറയും ഞാനൊരു ആക്ടറാണെന്നുള്ളത്. എന്താണ് 25 വർഷമായിട്ട് ഞാൻ ഏൺ ചെയ്യുന്നതും എന്നെ നോക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഡ്രീംസ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതും ആക്ടറായിട്ടാണ്. അപ്പോൾ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഒരു പോയിന്റ് പോയെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങൾ പ്ലാൻഡ് ആയിട്ട് കള്ളം പറയൂല. എൻ്റെ സ്ഥിതി തന്നെ ആയിരിക്കും അമ്മേനെ പറ്റി ചോദിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് സംഭവം. അമ്മയ്ക്ക് ബച്ചൻ ഇഷ്ടമാണ്, അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ബച്ചൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അമ്മ സാഡായി പോയി. സോ ഐ ആം സാഡ്. ഓക്കെ, സിനിമ അല്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനുള്ള ആരായിരിക്കും? അത് ഈസി ആയിട്ട് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. അവിടെ 2 ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. 2 ആള് ഭയങ്കര ഇഷ്ടമാണ്. സാജൻ സൂര്യ ആൻഡ് അരുൺ. 2 ആൾ ഇവിടെ വരാനുണ്ട്. അതാണെന്ന് വിചാരിക്കണം ഞാൻ. അല്ലല്ല, അത് ഞാൻ പറഞ്ഞു, അത് തെറ്റില്ല. ബിക്കോസ് അവർ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. വളരെ നല്ല ആൾക്കാരാണ് 2 ആളും. ഞങ്ങൾക്ക് വീട്ടിലത്തെ ആൾക്കാരുടെ പോലെ തന്നെ അവർ വന്ന. അവര് ഇന്റർവ്യൂ ചേട്ടനെ കുറിച്ച് എപ്പോഴും പറയും. ഇന്റർവ്യൂസിലാണെങ്കിലും പറയും ജിമ്മിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ. ഞങ്ങളെ ലൈഫിൽ ഇപ്പോൾ എല്ലാം എന്താ പറയുക ഡ്രീംസ് അടക്കം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ഞാനാണ്. അപ്പം ഞാൻ ഇത് ഓഫ് ദ ടോപ്പിക് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റം അവർ പറഞ്ഞു. അപ്പോൾ ഞാനാണ് ഇപ്പോൾ എനിക്ക് 62 ഫിലിംസായി ഇൻ 5 ലാംഗ്വേജസ്. അവരും ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടെലിവിഷൻ ഫിലിംസൊക്കെ നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്ന സിനിമയാണ്. സീരിയൽ എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ആ 30 മിനിറ്റാണ്. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു. അത് എത്ര ലോകോത്തരമായ പെർഫോമൻസ് ചെയ്താലും അത് പിന്നീട് അത് മാഞ്ഞു പോയി. പിന്നെ എവിടെയെങ്കിലും യൂട്യൂബിൽ എവിടെ കിടന്നാൽ ഉണ്ടെന്ന് മാത്രം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. അപ്പോൾ സിനിമയുടെ സ്വപ്നങ്ങളും ഞങ്ങൾ 3 പേരും കൂടെ ഒപ്പമാണ്. ഞങ്ങൾ വിചാരിച്ചു കിട്ടിയില്ല അല്ലെങ്കിൽ ആയില്ല അങ്ങനെ എന്താ പറയുക പഴിചാരിയിട്ടോ ജലസായിട്ട് കാര്യമില്ല. നമ്മുടെ വഴി നമ്മൾ വെട്ടി തെളിക്കുക തന്നെ വേണം. അപ്പോൾ അവിടെ കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊരു കൂട്ടായ്മയിലൂടെ അതുപോലെ എത്തിക്കൂടാ എന്നിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയമാണ്. ഉറപ്പായിട്ടും എന്തെങ്കിലും നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി. ആക്ടിങ് അല്ലാതെ ചേട്ടൻ്റെ ഒരു ഹോബി ഏതാ? എല്ലാം അറിയാം. റീഡിംഗ് ആണ്. അല്ല അത് തെറ്റിയില്ലെങ്കിൽ തെറ്റില്ല എന്ന് തന്നെ പറയുള്ളൂ. തെറ്റിയാ തെറ്റിന്ന് പറയും. അതൊക്കെ അമ്മയ്ക്ക് 100% അറിയാം. ഹോബിയാണ് മെയിൻ. ഇതല്ലാതെ മെയിൻ അതാണ്. അല്ലാതെ ഇഷ്ടം പോലെ ഉണ്ട്. ഫുഡ് ഇതൊക്കെ കറക്റ്റാണ്. അറിയാം ഒക്കെ ഫുഡിയാണെന്ന് അറിയാം. ഇതൊക്കെ കറക്റ്റാണ്, ഒക്കെ കറക്റ്റാണ്. അടിപൊളി. ഓക്കെ, അമ്മ ഉണ്ടാക്കി കൊടുത്തതിൽ രാജേഷിന്റെ ഫേവറേറ്റ് ഫുഡ്? ഒരു ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഒരു പൊട്ടാറ്റോടെ ഉണ്ടാക്കുന്ന കുറച്ചൊരു ഡിഫറെന്റ് ടൈപ്പ്. നോട്ട് ജസ്റ്റ് ഫ്രൈസ് അല്ല, ഫ്രൈസ് അല്ല, അതുപോലെ ഉരുളക്കിഴങ്ങ് സ്വന്തം കണ്ടുപിടുത്തുണ്ട് ചപ്പാത്തിയും അവനെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ബാക്കി എല്ലാം ഇഷ്ടം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഉപ്പുപുളി ദോശ എന്നുണ്ട്, മസാല ദോശയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇത് മെയിൻലി ഞാൻ ഉണ്ടാക്കുന്നത് അവനുണ്ടെങ്കിൽ മാത്രം. അതെ, ഞാൻ വലിയൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഉറപ്പ് വെക്കാം ആദ്യത്തെ 2-3 ദിവസത്തിൽ ഒരു ദിവസം ഞാൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കാറില്ല. അവന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പെപ്പറൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്പൈസി ആയിട്ട് ഒരു സംഭവം. വളരെ സ്പൈസി ആയിട്ടാണ് ഫുഡ് എടുക്കണം. ഓക്കെ, ഇപ്പം രാജേഷിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു കാര്യം?
ഒട്ടും ഇഷ്ടമില്ല ഈ ഒരു കാര്യം ചെയ്യാൻ. അതെന്താന്ന് വെച്ചാൽ ആൾക്കാർ അൺറീസണബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവനെ വേഗം പാവമാണ് അവർ. ഇന്നൊരു ദിവസം ഇങ്ങനെയാണ് അങ്ങനെ എപ്പോഴും എല്ലാവരും ജസ്റ്റിഫൈ ചെയ്യുള്ളൂ. വളരെ ഇവിടെ ഒരാൾ വന്നിട്ട് പേര് പറയില്ല, ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഇവിടെ എന്നെ ചീറ്റ് ചെയ്തു. ഹീ കെയിം ടു നോ അബൌട്ട് ദാറ്റ്. എന്താ നമ്മുടെ ഇൻവേർട്ടർ ഇതാക്കും. ഒരുപാട് പൈസ ചീറ്റ് ചെയ്തു. ഒരുപാട് കുറച്ചൊന്നും ചോദിച്ച പോലെ ഞങ്ങൾ പൈസ എടുത്ത് കൊടുത്തത് നോക്കിയപ്പോ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് മെല്ലെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കുറച്ച് നിങ്ങൾ എടുക്കണത് ഓക്കെ. അപ്പോൾ അയാൾ എന്താ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഒരു ഷൗട്ട് ചെയ്തതില്ല. എനിക്കിതൊന്നും അറിയില്ല, ഞാൻ കിച്ചനോ ഒരു ശബ്ദം കേട്ടിട്ട് അപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് ഇവനെ ഇങ്ങനെ ചീത്ത പറയാനോ അറിയുക. എന്തൊക്കെയാ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ദാറ്റ് വേ വെൻ പീപ്പിൾ തെറ്റ് ചെയ്തിട്ടും അതിനെ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ അച്ഛൻ അമ്മേനെ ചീറ്റ് ചെയ്ത് അവര് പൂർണ്ണമായും വിശ്വസിച്ച വലിയ പൈസ കൊടുത്തു. അപ്പൊ ഞാൻ അറിഞ്ഞത് ഭീമമായ പൈസ, കുറച്ചൊന്നുമല്ല 10,000 വരെ 10 മേലെ ഒരു ദിവസം കൊണ്ട് കണ്ടു. കള്ളം പറഞ്ഞു കേട്ടോ. അപ്പൊ സത്യം അത് ഞാനും ആദ്യം പറഞ്ഞത് പിന്നെ ഗ്യാരണ്ടി കാർഡേ കൊടുത്തിട്ടില്ല, എല്ലാം കള്ളം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോഴും ഞാൻ ചീത്തയല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞു ചെയ്തു ഗ്യാരണ്ടി കാർഡ് കൊണ്ട് തരൂ, എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് വെച്ചോ, ബാക്കിയെങ്കിലും അമ്മയ്ക്ക് കൊടുക്കുക പറഞ്ഞപ്പോൾ അയാൾ എന്നെ തിരിച്ചു പറഞ്ഞു. എനിക്ക് അങ്ങനെ 3-4 പ്രാവശ്യം സംഭവിച്ചു. ഞാൻ കക്കൽ മാത്രമല്ല പറയണത്, ഇതേപോലെ തന്നെ വൈഫിന് മോശമായിട്ട് ഒരാളാണ് പെരുമാറി തിയേറ്ററിൽ പോയപ്പോൾ. അപ്പോൾ ഇതേപോലെ അത് കുറച്ച് കൂടുതലായി, അതിനെപ്പറ്റി നല്ലതല്ല ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഞാൻ ചിലപ്പോൾ മൊത്തമായിട്ടും പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും അത് സഹിക്കില്ല. കുട്ടികളെയോ ചീറ്റ് ചെയ്ത ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഫാമിലിനെ ഇല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്താൽ കൂടി അത് ബിക്കോസ് അവന് സിസ്റ്റർ അങ്ങനെ അത് ഞാൻ കളിയാക്കും. ആര് അവനെ ഉപദ്രവിച്ചവർ, ഈവൻ ആക്ടിങ് കാര്യത്തിലാവട്ടെ, ഇവന് അവൻ്റെ പ്രൊഫഷനിൽ ഐ ഹാവ് സീൻ ദർ ആർ പീപ്പിൾ ഹു ആർ നോട്ട് സോ നൈസ്. അപ്പോൾ അവരെ കൂടി അത് ബിക്കോസ് ഓഫ് ദ സർക്കംസ്റ്റൻസസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ജസ്റ്റിഫൈ ചെയ്യാല്ലാണ്ട് അവർ മഹാ തെണ്ടികളാണെന്ന് ഒരിക്കലും പറഞ്ഞത് ഞാൻ കേട്ടിട്ട്. ആ വേർഡ് യൂസ് ചെയ്യാവോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ട് മലയാളം പറയുമ്പോ കേൾക്കാനൊക്കെ. അങ്ങനെയാണ്. ഓക്കെ, അപ്പം അമ്മയെ കുറിച്ച് മകൻ എത്രത്തോളം അറിഞ്ഞിരിക്കുന്നുണ്ട് നമുക്കറിയാം. ഇത്രയൊക്കെ രസം കറക്റ്റ് പറയുമ്പോൾ എത്രത്തോളം അറിയാൻ നോക്കാം. ഓക്കെ, അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തുളുവിലൊക്കെ നമ്മള് കേൾക്കാതിരിക്കുക. എന്റെ വൈഫാണ് എപ്പോഴും പറഞ്ഞു തരാറുള്ളത്. ഞാൻ എപ്പോഴും തെറ്റിക്കും. അച്ഛന്റെ അമ്മയുടെ എനിക്ക് ഡേറ്റ് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഇന്ന് ഫുഡ് ഇല്ല കേട്ടോ. അപ്പൊ അവനെ മാർക്ക് കൊടുക്കണ്ട, കുറച്ച് ദേഷ്യമുണ്ട്. അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുക്കുക. 16th മാർച്ചാണ് എൻ്റെ ബർത്ത്ഡേ, 16th May ആണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അവനത് മറക്കണത് കുറച്ച് അല്ല. ഞാൻ പറഞ്ഞു കള്ളം പറയാൻ വയ്യ, പെട്ടെന്ന് ബ്ലാങ്ക് ആയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ള സത്യം പറഞ്ഞു അറിയില്ല. സത്യം ഇപ്പൊ ഓർത്ത് വെച്ചല്ലോ. 16th മാർച്ച് 16th May ആണ്. ഞാൻ മറക്കൂല. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? അയ്യോ, അമ്മയ്ക്ക് ഒരുപാട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവര് ആന്റീസ് ഒക്കെ എന്നെ തല്ലും ഒരാളുടെ പേര് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ഉണ്ട്. അവരുടെ വർഷങ്ങളായിട്ടുള്ള എന്താ പറയാ ഒറ്റ സുഹൃത്തുക്കൾ. അമ്മയുടെ എനിക്ക് തോന്നുന്നു ഈ എനർജിയും ഇതൊക്കെ ഉള്ളത് ഇപ്പോഴും നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സാജനി അരുണ് പറഞ്ഞ പോലെ നമ്മളൊരു കട്ട ഗ്യാങ് ഉണ്ട്. അവർ ഇപ്പോഴും കോളേജിലൊക്കെ എൻജോയ് ചെയ്യുന്ന പോലെ കൂടെ പുറത്തു പോയി അവർ മാത്രമായി ഫുഡ് കഴിക്കാൻ പോയിട്ടും അവർ മാത്രമായിട്ട് പാർട്ടീസ് നടത്തി എൻജോയ് ചെയ്യാറുണ്ട്. കുറേ ലേഡീസ് ഇവർ 40-50 വർഷങ്ങളായിട്ട്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. രാഗിണി ആൻറ്റി, പ്രസന്ന ആൻറ്റി, രാധ ആൻറ്റി, ഹേമ ആൻറ്റി. അതേ ഞാൻ പറഞ്ഞു ആൻറ്റി പറഞ്ഞാൽ ഇതിപ്പോ കാർത്തികേയൻ ആൻറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ നിങ്ങൾ വിചാരിക്കും ഇത് സത്യമാണ്. പക്ഷെ അമ്മ അതെനിക്ക് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. അച്ഛനും അതെ അമ്മയും അതെ ആ ഫ്രണ്ട്ഷിപ്സ് ഇത്രയും വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ആ പാർട്ടീസിലൊക്കെ ഞങ്ങളും ഭാഗമായിട്ടുണ്ട് കേട്ടോ. ഈ ലേഡീസ് പുറത്ത് പോകണമല്ലോ ഞാൻ പറയുന്നത്, ഫാമിലീസ് കൂടാറുണ്ട്. അതിന് ചിലപ്പോൾ എന്നെയും വൈഫിനൊക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ റീസെൻ്റ്ലിയും കൂടി പുറത്ത് പോയി കഴിച്ചപ്പോൾ ഇതിൻ്റെ 3 ഫാമിലീസിൻ്റെ കൂടെ ഞാനും വൈഫും പോയി. അപ്പോൾ ഇവർ 40-50 വർഷമായിട്ട് കട്ട ഫ്രണ്ട്സാണ്. സത്യം പറഞ്ഞാൽ പലപ്പോഴും തോന്നാറുണ്ട് അവർ നമ്മുടെ ഫാമിലി തന്നെയാണ്. ഇപ്പം ഈ കല്യാണത്തിന് നമ്മളെപ്പോലെ തന്നെ അവർ എക്സൈറ്റഡ് ആണ്. അവർക്കൊക്കെ അമ്മ സാരി വാങ്ങിച്ചു കഴിഞ്ഞു, കൊടുത്തും കഴിഞ്ഞു 3/4 ആൾക്കാർക്ക്. സത്യമാണ്. അതായത് ഞങ്ങൾ കുടുംബത്തിനല്ലേ കൊടുക്കുള്ളൂ, ഇത് അമ്മ അവർ കുടുംബമാണ്. അതായത് ഇവിടുത്തെ എൻ്റെ മോൻ്റെ കല്യാണത്തിന് അവർക്കും സാരി കൊടുത്തു കഴിഞ്ഞു. സത്യത്തിൽ ഒരു ആഘോഷാക്കാനുള്ള ഒരു പരിപാടിയിലാണ് എല്ലാവരും കല്യാണം. അടിപൊളി. അടുത്തത് അമ്മയുടെ ഫേവറേറ്റ് ഫുഡ്? അത് സത്യം പറയാം ചോറാണ്. ചോറിൻ്റെ കൂടെ എന്തും അമ്മ അങ്ങനെ പറഞ്ഞാൽ ട്രഡീഷണൽ ഫുഡാണ്. ഇപ്പം ഞാൻ ഒന്നെടുത്ത് പറഞ്ഞാൽ തെറ്റായിരിക്കും. ട്രഡീഷണൽ ഫുഡ്. അമ്മയ്ക്ക് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനത്തെ ഒന്നുമല്ല. അമ്മയ്ക്ക് വട, ഇഡ്ഡലി, സാമ്പാർ, വട അല്ല ഉഴുന്ന് വട. ഇപ്പം മരിച്ചുപോയി എൻ്റെ ഒരു ഫ്രണ്ട് ജോൺ എന്ന് പറഞ്ഞിട്ട് ബേബി പറയും,
ഇവൻ അന്ന് എന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിലും അവൻ അമ്മയ്ക്ക് ഒരു 10-12 ഉഴുന്നുവട വാങ്ങിച്ചിട്ട്, ഉഴുന്നുവടയാണ് ഏറ്റവും ഫേവറേറ്റ്. അതുകൊണ്ട് ഇതാ ഞാൻ പറയാം, ട്രഡീഷണൽ ഫുഡ് അതിൽ വട, ഉഴുന്നുവട പ്രത്യേകിച്ചും ഫേവറേറ്റ് ആണ്. ഓർത്ത് വെച്ചിരിക്കും കേട്ടോ. ബർത്ത്ഡേ മാത്രമാണ് മറന്നുപോയി, അത് കവർ ചെയ്തു. അമ്മയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയത് എന്തിനാ കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കിട്ടുന്നത്? ഇല്ല, വഴക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ കൊച്ചാകുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ഉള്ള സത്യം പറയാം. അങ്ങനെ അച്ഛനും അമ്മയും വഴക്ക് പറയാറില്ല. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് തന്നെയാണ്, ഞാൻ ഡിസർവ് ചെയ്തിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. പഠിപ്പിനായിരിക്കാം. 4ാം ക്ലാസ് വരെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ പഠിക്കാൻ നല്ലതായിരുന്നു, പക്ഷെ നല്ല ഉഴപ്പനാണ്. കഥയും വായിച്ചോണ്ട് പോകും, കളിക്കാൻ പോയാൽ 8 മണിക്കേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ പഠിക്കുന്നു പറയാന്നല്ലാണ്ട് പിന്നെ 8ാം ക്ലാസ് ഹൈസ്കൂൾ ആകുമ്പോൾ കലയിൽ കൂടുതൽ ഇൻട്രസ്റ്റും സ്പോർട്സിലും ആയിട്ട് ഇതിൽ ഇതാവുമ്പോൾ വഴക്കായിരുന്നില്ല. അതിൻ്റെ കാട്ടും കൂടുതൽ ഒന്ന് ശാസനാന്നും കൂടി പറയാൻ പറ്റില്ല, അയ്യോ നന്നായി കൂടെ എന്ന് പറയാം. പക്ഷെ കോളേജ് എത്തുമ്പോഴേക്കും തീരെ പറയാതായിട്ടോ. അതായത് എനിക്ക് തോന്നുന്നു വേറൊരു രീതിയിലായി. അതായത് ഞാൻ എങ്ങനെയെങ്കിലും 4 കാലിൽ വീഴുന്നുള്ളത് ഇതായത്. പക്ഷെ നാച്ചുറലി സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് തന്നെ അറിയാം, ഞാൻ 4th വരെ എക്സലൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു, 5th 6th വരെയൊക്കെ. ഹൈസ്കൂൾ ആകുമ്പോൾ നല്ലോണം ഉഴപ്പാൻ തുടങ്ങി. അതായത് ബാഡ്ജസ് കുത്തിട്ടാണ് എന്നെയൊക്കെ അയക്കി എങ്ങനെ പറഞ്ഞാൽ ഈ മറ്റേ സ്കൂളിലൊക്കെ ഉണ്ടാവില്ല, ഫസ്റ്റ് റാങ്ക്, മറ്റേ സ്റ്റാർ, അങ്ങനെയൊക്കെ എനിക്ക് കുത്തി തന്നിട്ട് അമ്മ സന്തോഷത്തോടെ അയക്കുക. 8ാം ക്ലാസ് ആകുമ്പോൾ സ്റ്റാർ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതായത് ഞാൻ വാങ്ങേണ്ടി വീട്ടിലേക്ക് വല്ല വാങ്ങിച്ചിട്ട് വരേണ്ടി വരും. അത്യാവശ്യം മാർക്ക് കിട്ടും, പക്ഷെ ഈ പറഞ്ഞ പോലെ എക്സലന്റ് ഒന്നും അല്ല. പക്ഷെ ഫെയിലൊന്നും ആവില്ല, പക്ഷെ അതായത് അമ്മ നിനക്ക് പറ്റും, നീ ഒരുപാട് പഠിക്കണ്ട, അരമണിക്കൂർ പഠിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് പഠിക്കും. പക്ഷെ നല്ല ബ്രൈറ്റ് ആണ്, വളരെ ബ്രൈറ്റ് ആണ്. അതാണ് ഇപ്പൊ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 3 ആളും അങ്ങനെയാണ്. എന്റെ അമേരിക്കയിലുള്ള 2 പേര് പഠിക്കുന്നതിൽ നല്ലതാണ്. കോളേജിൽ എത്തുമെന്നും പറയില്ല. പറഞ്ഞ പ്രീ ഡിഗ്രി പഠിച്ച സയൻസ് ആണ്, ഡിഗ്രി ചെയ്ത് എക്കണോമിക്സ് ആണ്, മാസ്റ്റേഴ്സ് ചെയ്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പൊ തന്നെ ഇവർ 2 പേരും പറഞ്ഞത്, പ്രീ ഡിഗ്രിക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു മുത്തശ്ശൻ ഡോക്ടർ, അച്ഛനും ഡോക്ടർ, എന്നാൽ ഞാനും ഡോക്ടർ. പ്രീ ഡിഗ്രി എടുത്ത് വിചാരിച്ചു എനിക്ക് പറ്റിയ പണിയല്ല, എനിക്ക് അഭിനയിക്കണം. അപ്പോൾ എന്താ ഇവരെ നൈസിൽ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു, അച്ഛൻ നമ്മളെടുത്തും എനിക്കിത് ശരിയാവില്ല, ഞാൻ എക്കണോമിക്സിൽ നല്ല മാർക്ക് കിട്ടിയ. എന്താ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം വായിക്കാൻ, ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടം വായിക്കാൻ. എനിക്ക് കോളേജിൽ 3rd ആയിരുന്നു ഞാൻ ഹിസ്റ്ററിക്ക്. കോളേജിൽ ആകെ 3 ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നില്ല ബി എക്കണോമിക്സിന്, അതിൽ ഒരാൾ ഞാനാണ്. നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ അപ്പോഴേക്കും അഭിനയപ്രാന്ത് മൂത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷേക്സ്പിയറും നാടകങ്ങളെ കുറിച്ച് അറിയണം പറഞ്ഞിട്ട് MA ലിറ്ററേച്ചർ എടുക്കണം പറഞ്ഞു. അപ്പോൾ അച്ഛനമ്മയെ BA എക്കണോമിക്സിന് നല്ല മാർക്ക്, അപ്പോൾ MA എക്കണോമിക്സിന് പോകണില്ലേ, MA ലിറ്ററേച്ചർ എടുത്ത്. അപ്പോൾ ഞാൻ പറയണത് ആ സമയമാകുമ്പോൾ തന്നെ എൻ്റെ വഴിക്ക് വിടാൻ തുടങ്ങി. പക്ഷേ ഞാൻ അന്നും പറയാം, എനിക്ക് MBAയിൽ ആക്ച്വലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടി, ഞാൻ ഇൻ്റർവ്യൂ വരെ എത്തിയിരുന്നു. അപ്പോൾ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും പറയാം, അന്ന് എനിക്ക് കിട്ടിയില്ല, ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂവിൽ പോയി. പക്ഷേ ഞാൻ ഇന്നും പറയുന്നത്, ഞാനത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഡിസർവിംഗ് ആയിട്ട് ഒരാളെ കളഞ്ഞിട്ടുണ്ടാവും. ബിക്കോസ് എനിക്ക് ഇന്നും ഉറപ്പാണ്, ഞാൻ ഈ ഡോക്ടറല്ല, MBA അല്ല, എന്തൊക്കെ തന്നെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഫൈനലി ആക്ടർ ആയിട്ടുണ്ടാവുള്ളൂ. ബിക്കോസ് എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ വയ്യ. എൻ്റെ ലൈഫ് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് മൊത്തം എയിം എന്തായിരുന്നു പറഞ്ഞാൽ, ഞാൻ എങ്ങനെ ആക്ടറാവും, ഞാൻ എങ്ങനെ ഇവരുടെ മുമ്പിലെത്തും, അത് ഓഡിയൻസിന് മുമ്പിലെത്തും, എങ്ങനെ ഞാൻ പല കഥാപാത്രങ്ങളായിട്ട് വന്ന് ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് പക്ഷെ തെറ്റിച്ചതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. അത് നല്ല വിഷമമുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് റൈറ്റർ മറ്റേ എന്താ പറയുക സ്പെഷ്യൽ സാധനം കുറച്ച് കാലത്ത് കിട്ടില്ല. ക്യാൻസൽ. ഓക്കെ, അമ്മയുടെ ഇപ്പോഴത്തെ ഒരു വലിയ ഡ്രീം? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഈ കല്യാണം തന്നെയാണ്. കല്യാണമാണ്. അതിലെനിക്ക് സംശയമില്ല. എന്താ പറഞ്ഞാൽ ഈ വീട് ഇപ്പോൾ ബ്യൂട്ടിഫിക്കേഷൻ നടക്കുന്നതും ഞാനൊക്കെ ചിന്തിക്കുന്നതിൻ്റെ 50 ഇരട്ടി അപ്പുറം ഈ കല്യാണത്തിന് വേണ്ടി പ്ലാൻ ചെയ്തത് അമ്മയും അച്ഛനുമാണ്. അതായത് എൻ്റെ മോനടക്കം സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് അത്തിതൊഡാന്ന് വിളിക്കുക. ദൊഡ പറഞ്ഞാൽ ദൊഡമ്മ, വലിയമ്മ, അത് മുത്തശ്ശി ദൊഡമ്മ. അപ്പോൾ ദൊഡാന്ന് വിളിക്കുക. ഞാനും എൻ്റെ മുത്തശ്ശിനെ ദൊഡാന്ന് വിളിക്കുന്നത്. അവർ അത്തിതൊഡാന്ന് വിളിക്കുക. അവർക്കറിയാം അത്തിതൊഡ ആൻഡ് ബാബജ എൻ്റെ അച്ഛൻ്റെയും ഇത് ഈ ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ഒരു ഗ്രാൻഡ് പേരൻസിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻ വാട്ട് ദേ ഡ്രീം ഓഫ്. ആക്ച്വലി മോൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഹി വാണ്ടഡ് ചെറിയൊരു ആദ്യം പറഞ്ഞതാണ് ഈ 4 കെട്ടിന്റെ അവിടെ പാരിജാത മരത്തിന്റെ അടിയിൽ നിർത്തി കൊടുത്താൽ പൈസ ഏതെങ്കിലും നല്ല കാര്യത്തിന് കൊടുക്കാം. എന്തിനാണ് കല്യാണത്തിന് ചെലവാക്കുന്നത്? വലിയ തോട്ടായിരുന്നു. പക്ഷേ വെരി നൈസ്. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ, ഞങ്ങളുടെ ആദ്യത്തെ പേരക്കുട്ടി എല്ലാ റിലേഷൻസിൻ്റെ എല്ലാ ഫങ്ഷൻസിനും ഞങ്ങൾ പോകുമ്പോൾ അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒരു സന്തോഷം. അതായത് കുടുംബം മൊത്തം അച്ഛമ്മ അതാ പറഞ്ഞത്, ഫംഗ്ഷന്റെ വലിപ്പോ അല്ലെങ്കിൽ അതല്ല, എല്ലാ കുടുംബക്കാരും വേണം. ഇതുപോലെ ചെറിയ ചടങ്ങ് നടത്തി ആരും അമേരിക്കയിലുള്ളവരൊക്കെ വരാൻ പറയാൻ പറ്റില്ല. പാരിജാത മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്, ഒന്നും വന്ന് കണ്ടിട്ട് പോകും, ജസ്റ്റ് ഈ വഴിക്കൊന്ന് പൊയ്ക്കോ പറയാൻ പറ്റില്ല. അല്ല, വീട്ടിലത്തെ ആൾക്കാരുണ്ടാവും, ക്ലോസ് റിലേഷൻസിനെ പറഞ്ഞിട്ട് ചെയ്യുക ഇവിടെ. പക്ഷേ ഞങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ അവർക്ക് നമ്മളൊന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ, നമ്മുടെ ഒരു സന്തോഷമല്ലേ അത്, ടു റെസിപ്രിക്കേറ്റ് വാട്ട് ദേ ഹാവ് ഡൺ ടു അസ്. അങ്ങനെ അപ്പോൾ ആക്ച്വലി മോന് പാവം
ഹി വാണ്ടഡ് ഇറ്റ് ഇൻ എ വേ. ബട്ട് ഞാനിത് പറഞ്ഞതും അവനത് മനസ്സിലാക്കി ഉടനെ വലിയ വിധത്തിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് അതാണ് ഇപ്പൊ എല്ലാം. ഡിസംബറിലാണ് കല്യാണം. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളിലാണ്. ഞങ്ങളും കാത്തിരിക്കുകയാണ് ആ കല്യാണത്തിന് വേണ്ടി. നിങ്ങൾ രണ്ടുപേരും അസലായിട്ട് പാട്ട് പാടുന്ന എനിക്കറിയാം. എപ്പോഴും സിംഗിളായിട്ടാണ് നിങ്ങൾ പാടുക. എനിക്ക് നിങ്ങൾ രണ്ടും ഒരുമിച്ചൊരു പാട്ട് പാടാൻ ഡുവറ്റ് ഇതുവരെ സത്യമായിട്ട് പാടിയിട്ടില്ല. ട്രൈ ആവണെങ്കിൽ. പക്ഷെ ಗೊತ್ತುಂಟು ತೆರೆ ಮೇರೆ ಮಿಲನ್ ಕೀನೆ ಗೊತ್ತುಂಟು ಅದು ಒಂಜಿ ಪ್ಯಾರ ಕಳಿ ಇನ್ನೊಂಜಿ ಪ್ಯಾರ ಹಿಂಗೆ ಪಂಡ್ರೆ ಅಪ್ಪನ ഇതെന്റെ ഇല്ല. എന്താ അറിയോ, ഡുവറ്റ് അമ്മ പാടിയിട്ടില്ല. അമ്മയ്ക്ക് അസലായിട്ട് അമ്മ പാടും. എനിക്ക് വോയിസ് വരുന്നില്ല ബിക്കോസ് ഓഫ് ഈ പൊടി ഗിടിയൊക്കെ ആയിട്ടോ എന്താ എനിക്കറിയില്ല. അമ്മ ട്രൈ ചെയ്യും. പക്ഷെ എന്താ അമ്മ ഒരു ലൈന് ഇവരുടെ കൂടെ പാടണമെങ്കിൽ അല്ല അത് വേണമെങ്കിൽ പിന്നെ ട്രൈ ചെയ്യാം. പക്ഷെ അമ്മ അസലായിട്ട് പാടുന്ന പാട്ടുകളുണ്ട്. അത് ഓഡിയൻസ് കേട്ടോട്ടെ. അയ്യോ ഞാൻ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്. അതാണോ അറിയില്ല പാടാൻ പോകുന്നത്. അച്ഛനെ കുറിച്ചാണ് നമ്മ പറയാറുണ്ട്. അതല്ലേ? അതല്ല അത്ര അതല്ല വേറെ. एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है. एक प्यार का नगमा है, कुछ को कर पाना है, कुछ पाकर खोना है, जीवन का ये मतलब तो आना और जाना है. दो पल के ये जीवन में एक उम्र चुरानी है, जिंदगी और कुछ भी नहीं, तेरे मेरी कहानी है. एक प्यार का नगमा है. ജാനകി എന്നൊക്കെ പാടുന്ന പോലെയാണ് പാടുന്നത്. ഇനി യൂട്യൂബിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മലയാള സോങ് പാടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? രണ്ടുപേരും അതൊന്ന് രണ്ടുപേരും. പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാല് കെട്ടി ഞാൻ, പട്ടുനൂലുഞ്ഞാല് കെട്ടി ഞാൻ. പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാല് കെട്ടി ഞാൻ, പട്ടുനൂലുഞ്ഞാല് കെട്ടി ഞാൻ. ആകാശതാരത്തിൽ നീലവെളിച്ചത്തിൽ ആത്മാദിനാഥനെ കാത്തിരുന്നു. ആകാശതാരത്തിൽ നീലവെളിച്ചത്തിൽ ആത്മാദിനാഥനെ കാത്തിരുന്നു. മരണത്തിൻ ചിറകടി കേൾക്കാതെ ഞാൻ എൻ്റെ അകലത്തെ ദേവനെ കാത്തിരുന്നു, അകലത്തെ ദേവനെ കാത്തിരുന്നു. പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാല് കെട്ടി ഞാൻ, പട്ടുനൂലുഞ്ഞാല് കെട്ടി ഞാൻ. ഓ എന്റെ ഫേവറേറ്റ് സോങ് ആണ്. നമ്മുടെ ലാസ്റ്റ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. നീല വെളിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൂവി. അതില് ഈ സോങ് പ്രേതത്തിന്റെ യക്ഷി വരുമ്പോഴുള്ള ഒരു സോങ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുമ്പോ. ആ ചേട്ടന്റെ കൂടെ പാട്ടും കൂടെ കേൾക്കണം. അയ്യോ, ഞാന് ഒരുപാട് ഇന്റർവ്യൂല് ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ അമ്മ ആദ്യം പറഞ്ഞ ഹിന്ദി പാട്ടില് കുറച്ച് അതിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പം ജീവിതം എന്ന് പറയുന്നത് വളരെ നിമിഷങ്ങളും ഫ്ലീറ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഓർമ്മകളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഏതായാലും എല്ലാ ജീവിതവും അങ്ങനെയാണല്ലോ. പക്ഷെ ഉള്ളത് ഏറ്റവും നല്ല രീതിക്ക് ഇതാക്കാന്ന്. അപ്പോൾ ഏതായാലും ഈ ഇന്റർവ്യൂയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും പോകുമ്പോൾ നല്ല ഓർമ്മകളായിട്ട് എപ്പോഴും പോവാം. എപ്പോഴും പിരിയുമ്പോഴും കാണുമ്പോഴും നല്ല ഓർമ്മകളായിട്ട് പോകണം. യു ക്യാൻ ജോയിൻ. ഇതിന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ചൽത്തെ ചൽത്തെ
मेरे गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना, चलते चलते मेरे गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. അതായത് ടാറ്റ ബൈബുകൾ ഇല്ല, അൽവിദനാ കെഹന, ടാറ്റ പറയരുത്, എന്നും വീണ്ടും വീണ്ടും കണ്ടുമുട്ടും, ജീവിതം മുന്നോട്ടുണ്ട്. ഓ, രണ്ടുപേരും ഒരുമിച്ച് പാടുന്നതായിരിക്കും സന്തോഷം. കാരണം അമ്മ പഠിപ്പിച്ച് മീൻസ് തുടക്കം കുറിച്ച് അമ്മയാണ്. അമ്മയോട് കൂടി ഇരുന്ന് പാടുമ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് ദൈവം കൊടുത്ത വലിയ ഭാഗ്യം എനിക്ക്, ടു ബി ലൈക്ക് ദിസ് വിത്ത് യു ഓൾ. ഭയങ്കര ഹാപ്പി ഉണ്ട് രണ്ടുപേരോടും സംസാരിക്കാൻ പറ്റിയ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കണമെന്നുണ്ട്, കാരണം അത്രയും ഭയങ്കര പോസിറ്റീവാണ് ഈ വീട്ടിനകത്തും നിങ്ങളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. എപ്പോഴും നല്ല ഇതുപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ, നല്ല പ്രൊജക്ടിന്റെ ഭാഗമാവട്ടെ, നല്ല നല്ല വെറൈറ്റി റോളുകൾ ചേട്ടനെ തേടി വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നിങ്ങൾ സ്നേഹിക്കുന്ന ഇപ്പൊ യൂട്യൂബ് ചാനൽ വന്നോണ്ട് ഒരുപാട് സ്നേഹം കൂടുതൽ കിട്ടി തുടങ്ങി നിങ്ങൾക്ക്. കാരണം കമന്റ്സിലൂടെയോ പേഴ്സണലി നിങ്ങളുടെ വീട്ടിനെ കുറിച്ചും ആളുകളെ കുറിച്ചും അമ്മയെ കുറിച്ചൊക്കെ അറിയാൻ ആളുകൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഈ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ജീവിതം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവരാണ്. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട ജോലി ചെയ്തും ഇഷ്ടപ്പെട്ട സ്നേഹം പങ്കിട്ടും മുന്നോട്ട് പോകാൻ ഭാഗ്യമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ വിഷയം തന്നെയാണ് പ്രേക്ഷകരോട് എപ്പോഴും പറയാനുള്ളത്. അങ്ങോട്ടുള്ളത് യാത്ര എനിക്ക് തോന്നുന്നത് മദ്യവഴി പോലും എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആക്ടിങ് യാത്രയിൽ ഞാൻ പറയുന്നത്, ജീവിതത്തിൻ്റെ യാത്രയിൽ മദ്യം കഴിഞ്ഞു. പക്ഷേ ആക്ടിങ് എന്ന യാത്രയിൽ ഇപ്പോഴും ഞാനൊന്ന് സ്റ്റിൽ ട്രാവലിംഗ്, പക്ഷേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ സപ്പോർട്ട് വേണം. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ പറയാനുള്ളത്, അമ്മയുടെ കൂടെ, എൻ്റെ ഗുരുയുടെ കൂടെ ഇത്ര നിമിഷങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഓഫ് യു ഓൾ പീപ്പിൾ. അപ്പോൾ ചാനലിനും എനിക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ടൈം. ഇറ്റ് വാസ് സോ നൈസ് ടോക്കിംഗ് ടു യു. കൂടെ സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് പെട്ടെന്ന് മലയാളം അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, സോറി. അയ്യോ, രസമായിട്ട് മലയാളം പറയുന്നുണ്ട്. അത് കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.